ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസയും ലബനനും ഒതുക്കിയിട്ട് ഇസ്രായേലിന്റെ കൊടുങ്കാറ്റിനെയും സിറിയയിലേക്ക് അലയടിക്കുകയാണ്. സിറിയയിൽ തീവ്രവാദികൾ ഭരണം കൈയടക്കിയപ്പോൾ സിറിയക്കെതിരെ തുറന്ന യുദ്ധത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. മലയാളികൾ ഏറെ മതം മാറി ആടിനെ മേയ്ക്കുന്നതിനു വേണ്ടി സിറിയയിലേക്ക് പോയി. ഇപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. സിറിയയിൽ വലിയ ഒരു മുന്നറിയിപ്പുമായി ഇന്ത്യയും ഒരു ഭാഗത്തുണ്ട്. സിറിയയിൽ പോരാട്ടം കനക്കുമെന്ന് തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരും ഉടനെ സിറിയ വിടണമെന്നും ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ട്. സിറിയയിൽ നിന്ന് ഉടൻ തന്നെ മാറാനാണ് അടിയന്തിരമായ നിർദ്ദേശം. രക്ഷപ്പെടാൻ കഴിയാതെ വരുന്ന ഇന്ത്യക്കാർ അതീവ സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ ഉടൻ തന്നെ അഭയം തേടണം. പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. സിറിയയിലെ യാത്രകൾ ഭാരതീയർ ഒഴിവാക്കണം. അവിടെയുള്ള ഇന്ത്യക്കാർ മുഴുവനും യാത്ര ഒഴിവാക്കി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അഭയം പ്രാപിക്കണം. ലോകത്തെ അമ്പരപ്പിച്ച് ഇസ്രായേൽ ശക്തമായ നീക്കവുമായി ബന്ധപ്പെട്ട് യുദ്ധവിദഗ്ധന്മാർക്ക് പോലും വിസ്മയകരമായ രൂപത്തിലുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പോലും ചെയ്യാൻ കഴിയാത്ത വിധമാണ് തീവ്രവാദത്തിനെതിരായ ഇസ്രായേലിന്റെ പോരാട്ടം തുടരുന്നത്. പലസ്തീനെ യുദ്ധത്തിൽ തകർത്ത് കൂടാര നഗരമാക്കി മാറ്റി. ഗാസയെ ഒരു കൂന ചാമ്പലാക്കി മാറ്റി. തുടർന്ന് ലെബനന്റെ തലസ്ഥാനം തവിടുപൊടിയാക്കി. ലെബനനിലെ ഹിസ്ബുള്ളയുടെ സകലമാന നേതാക്കന്മാരുടെയും തലയെടുത്തു. യമനിലെ ഹൂതികളുടെ തുറമുഖം തകർത്തു, തീയിട്ട് ചാമ്പലാക്കി. ഇറാനിൽ 2 തവണ ആക്രമണം നടത്തി. ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യം സിറിയ എന്ന ഇസ്ലാമിക രാജ്യമാണ്. സിറിയയ്ക്ക് നേരെ നീക്കം ഇസ്രായേൽ നടത്തുന്ന സമയത്ത് ഇറാൻ പരമാവധി ആയുധങ്ങളും മിസൈലുകളും സ്ഫോടക വസ്തുക്കളും സിറിയയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണ് സിറിയ. വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും ഒഴിവാക്കണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിറിയയിലുള്ള ഇന്ത്യക്കാർ അപകടം മണത്തറിയണം. എത്രയും വേഗം രാജ്യം വിടണം. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ഡമസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. +963 9933 85973 എന്ന വാട്സപ്പ് നമ്പറിലും അതുപോലെ ഇമെയിൽ പ്രൊട്ടക്റ്റഡ് എന്ന ഇമെയിലിലോ ബന്ധപ്പെടാനാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ലഭിക്കുന്ന വിമാനങ്ങളിൽ എത്രയും വേഗം രാജ്യത്ത് നിന്ന് പോകണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. സിറിയയുടെ വടക്കൻ മേഖലകളിൽ ആക്രമണം രൂക്ഷമാകുകയാണെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. UN സംഘടനകളിൽ പ്രവർത്തിക്കുന്ന 14 പൗരന്മാരുൾപ്പെടെ 90 ഇന്ത്യൻ പൗരന്മാർ സിറിയയിൽ നിലവിലുണ്ട്. അവരുടെ സുരക്ഷയ്ക്കായി അവരുമായി നിരന്തരം ബന്ധപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് സർക്കാരിനെതിരെയാണ് ടർക്കിഷ് സായുധ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചക്കിടയിൽ 2 നഗരങ്ങളാണ് വിമത സംഘം പിടിച്ചെടുത്തത്. രണ്ടാമത്തെ വലിയ നഗരമായ അലെപ്പോ നഗരമാണ് ആദ്യം പിടിച്ചെടുത്തതെങ്കിൽ രണ്ടാമത് പിടിച്ചത് ഹമ നഗരമാണ്. നവംബർ 27 മുതൽ ഇതുവരെ 3.70 ലക്ഷം പേരെയെങ്കിലും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വിമത സംഘത്തിന്റെ മിന്നലാക്രമണത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. 2020 ശേഷം സിറിയ കണ്ട ഏറ്റവും തീവ്രമായ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. സിറിയ തുർക്കി അതിർത്തിക്കടുത്തുള്ള ഇദ്ലിബ് പ്രവിശ്യയുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഏറ്റവും ശക്തമായ വിമത ഗ്രൂപ്പാണ്. HTS എന്നറിയപ്പെടുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമാണ് ഇപ്പോൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ശക്തമായ ആക്രമണത്തിൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് അസ്വസ്ഥനായിരുന്നു തികച്ചും. കാരണം അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളാണ് ഇറാനും ഹിസ്ബുള്ള തീവ്രവാദികളും. അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റും ബാഷർ അൽ അസാദിന്റെ കൂട്ടുമുന്നണിക്കാരാണ്. പക്ഷേ ബാഷർ അൽ അസാദ് ഭരണത്തിൽ നിന്നും
സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റ അടി തന്നെയാണ്. കാരണം മധ്യേഷ്യയിൽ നിന്നും അദ്ദേഹത്തിന്റെ ശക്തമായ പിന്തുണ നൽകിയിരുന്ന നേതാവായിരുന്നു ബാഷർ അൽ അസാദ്. പണം കൊണ്ടും ആൾബലം കൊണ്ടും അദ്ദേഹം പരസ്യമായി റഷ്യയെ സഹായിച്ചിരുന്നു. പക്ഷേ ഇറാനോടും ഹിസ്ബുള്ള, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ തീവ്രവാദി ഗ്രൂപ്പുകളോടുമുള്ള അടുപ്പമാണ് ബാഷർ അൽ അസാദിനെ പതനത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ബാഷർ അൽ അസാദ് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കും എന്ന് ഭയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ബാഷർ അൽ അസാദ് അദ്ദേഹത്തിന്റെ ഭരണത്തെ വീഴ്ത്തുക എന്നത് യുഎസിന്റെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അവർ സിറിയൻ പ്രസിഡന്റിനെതിരെ യുദ്ധം ചെയ്യുന്ന കുർദികളെ ആയുധം നൽകി സഹായിക്കുന്നുണ്ട്. ആലെപ്പോ, ഹമ എന്നീ നഗരങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള സിറിയൻ വിമതരുടെ മുന്നേറ്റം അപാരമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാനും വിമതരോട് കലാപം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതല്ലെങ്കിൽ തിരിച്ചടിക്കുമെന്നും താക്കീത് നൽകി. എന്നാൽ അമേരിക്കയുടെ ശക്തമായ പിന്തുണയുള്ള വിമതർ അവരുടെ കലാപം തുടർന്നു. മാത്രമല്ല, സിറിയൻ പട്ടാളം ആയുധം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ കുർദുകളും ആയുധമെടുത്ത് ജീവൻ മരണ പോരാട്ടം നടത്തിയിരുന്നു. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ബോംബുകളും വർഷിച്ച് സിറിയയെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പിന്നീട് അധികാരം വിട്ടും രാജ്യം വിട്ടു തന്നെയും ഓടിപ്പോകാൻ ബാഷർ അൽ അസാദിനെ പ്രേരിപ്പിച്ചത്. ഏത് വ്യക്തിയായിരുന്നാലും, സംഘടനയായിരുന്നാലും, രാജ്യമായിരുന്നാലും ശരി, തീവ്രവാദമാണ് വിതയ്ക്കുന്നതെങ്കിൽ തീവ്രവാദം തന്നെ കൊയ്തെടുക്കാം. സമാധാനമാണ് വിതയ്ക്കുന്നതെങ്കിൽ സമാധാനം കൊയ്തെടുക്കാം. ആരാന്റെ സമാധാനം ഇല്ലാതാക്കാനും മറ്റ് രാജ്യങ്ങൾ പിടിച്ചടക്കാനുമാണ് തിരിയുന്നതെങ്കിൽ നമ്മുടെ സമാധാനം തകർക്കാനും നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാനും മറ്റ് ശക്തികൾ അരങ്ങേറും. സിറിയയ്ക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ഹിസ്ബുള്ളയെ പിന്തുണച്ചു, ഇറാനെ പിന്തുണച്ചു, ഐസിസിനെ വാനോളം വളർത്തിക്കൊണ്ടുവന്നു. ഒടുവിൽ സ്വന്തം രാജ്യത്തിന്റെ സമാധാനം തന്നെ കാർന്നു തിന്നുന്ന രൂപത്തിലേക്ക് അവർ വളർന്നു. സ്വന്തം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ അടർത്തിയെടുക്കുന്നത് പോലെ തീവ്രവാദ ശക്തികൾ ആ രാജ്യത്തെ പകുത്തെടുക്കുമ്പോഴും നിഷ്ക്രിയനായി, നിസ്സഹായനായി, നിരായുധനായി നോക്കി നിൽക്കാൻ മാത്രമേ ബാഷർ അൽ അസാദിന് സാധിക്കുന്നുള്ളൂ. സ്വന്തം രാജ്യത്തിന്റെ സമാധാനം ഒരു ഭരണാധികാരി ലക്ഷ്യം വെക്കേണ്ടതാണ്. ഇറാനെ കണ്ടിട്ടും അൽ ബാഷർ പഠിച്ചില്ല, പലസ്തീനെ കണ്ടിട്ടും പഠിച്ചില്ല, ബംഗ്ലാദേശിനെ കണ്ടിട്ടും പഠിച്ചില്ല. ഇനിയും സിറിയ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേൽ ഒരുക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇസ്രായേൽ കോൺട്രാക്ട് എടുത്തിറങ്ങിയവരാണ്. ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ജൂതന്മാർക്ക് വേണ്ടിയോ ജൂതരാഷ്ട്രത്തിന് വേണ്ടിയോ അല്ല നെതന്യാഹു ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്തേ മതിയാകൂ എന്ന് നെതന്യാഹുവിന് തോന്നാൻ കാരണം ഇവരെ അടുത്തറിഞ്ഞിടത്തോളം ഇവരുടെ തീവ്രവാദം എത്രമാത്രം ആഘാതമാണെന്നും ലോകത്തെ വിഴുങ്ങുന്ന വ്യാളിയാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. പലസ്തീനിലെ തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഹമാസ് ഭീകരരെ മുഴുവനും ചൂണ്ടുവിരലിൽ നിർത്താൻ നെതന്യാഹുവിന് കഴിഞ്ഞു. ഹൂതികളെ ആയിരുന്നാലും ഹിസ്ബുള്ളയെ ആയിരുന്നാലും ശരി, നേതാക്കന്മാരുടെ എല്ലാം തലകൾ പൂപറിക്കുന്ന ലാഘവത്തോടെ അടർത്തിയെടുത്തു. അതിനെ ഇറാനിലാണെങ്കിലും തുരങ്കങ്ങളിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഏത് കോട്ടയ്ക്കകത്തായിരുന്നാലും കടലിനകത്ത് കൊട്ടാരം കെട്ടി താമസിക്കുകയാണെങ്കിലും ശരി, ഇസ്രായേലും ഇസ്രായേലിന്റെ മൊസാദും തക്ഷകന്റെ രൂപത്തിൽ അവിടെ അവതരിച്ചിരിക്കും. നന്ദി.